ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായം 37 മുതൽ 40 വരെയും സങ്കീർത്തനങ്ങൾ 36 മുതൽ 39 വരെയും. ഉൽപ്പത്തി അധ്യായം 37. ജോസഫും സഹോദരന്മാരും. യാക്കോബ് തൻ്റെ പിതാവിൻ്റെ വിപ്രവാസ നാടായിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ വംശചരിത്രം. ജോസഫ് 17 വയസ്സുള്ളപ്പോൾ തൻ്റെ സഹോദരന്മാരോടൊപ്പം ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ സഹായിയായി കഴിഞ്ഞിരുന്നു. അവരെ പറ്റിയുള്ള ദുർവാർത്ത ജോസഫ് പിതാവിൻ്റെ പക്കലെത്തിച്ചു. ജോസഫിനെ ഇസ്രായേൽ തൻ്റെ മറ്റെല്ലാ മക്കളെയും അധികം സ്നേഹിച്ചിരുന്നു. കാരണം തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു അവൻ. കൈയുള്ള ഒരു നീളൻ അങ്കി അദ്ദേഹം അവന് വേണ്ടി ഉണ്ടാക്കി. തങ്ങളുടെ പിതാവ് അവനെ അവൻ്റെ എല്ലാ സഹോദരന്മാരെക്കാളും അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടു. അതുകൊണ്ട് അവർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് തൻ്റെ സഹോദരന്മാരോട് വിവരിച്ചപ്പോൾ അവർ അവനെ വീണ്ടും കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ ഈ സ്വപ്നം കേട്ടാലും. ഇതാ, നമ്മൾ പാടത്ത് കറ്റകൾ കെട്ടുകയായിരുന്നു. അപ്പോൾ ഇതാ, എൻ്റെ കറ്റ എഴുന്നേറ്റു. മാത്രമല്ല, അത് നിവർന്നു നിന്നു. ഇതാ, നിങ്ങളുടെ കറ്റകൾ ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി. അവൻ്റെ സഹോദരന്മാർ അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ മേൽ രാജാവായിരിക്കുമെന്ന് തന്നെയാണോ? അതോ നീ ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണോ? അവൻ്റെ സ്വപ്നങ്ങളും വാക്കുകളും കാരണം അവർ അവനെ വീണ്ടും കൂടുതലായി വെറുത്തു. അവന് വീണ്ടും മറ്റൊരു സ്വപ്നമുണ്ടായി. അവൻ അത് തൻ്റെ സഹോദരന്മാരോട് വർണ്ണിച്ചു. അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. ഇതാ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. അവൻ അത് തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരന്മാരോടും വർണ്ണിച്ചപ്പോൾ അവൻ്റെ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ഇതെന്ത് സ്വപ്നമാണ് നീ കണ്ടത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണു വണങ്ങാൻ വരിക തന്നെ വേണമെന്നോ? അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയയായി. അവൻ്റെ പിതാവാകട്ടെ ഇക്കാര്യം ശ്രദ്ധയിൽ വെച്ചു. അവൻ്റെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷിക്കേമിൽ പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷിക്കേമിൽ മേയ്ക്കുകയല്ലേ? വരൂ, അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കാം. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഞാൻ. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ പോയാലും നിന്റെ സഹോദരന്മാരുടെ ക്ഷേമവും ആട്ടിൻപറ്റത്തിൻ്റെ ക്ഷേമവും അന്വേഷിക്കുക. എന്നിട്ട് എൻ്റെ പക്കൽ വിവരമെത്തിക്കണം. അദ്ദേഹം അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കേമിലേക്ക് പോയി. അവൻ അതാ വയലിൽ അലയുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവനെ കണ്ടു. അയാൾ അവനോട് തിരക്കി, നീ എന്താണ് അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് മേയ്ക്കുന്നത് എന്ന് എന്നോട് സദയം പറഞ്ഞു തരിക. അയാൾ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് നീങ്ങി. കാരണം നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. തൻ്റെ സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അവരുടെ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, അതാ വരുന്നു സ്വപ്നങ്ങളുടെ വിദ്വാൻ. വരുവിൻ, ഇപ്പോൾ തന്നെ നമുക്ക് അവനെ കൊല്ലാം. എന്നിട്ട് അവനെ കുഴികളിൽ ഒന്നിലെറിയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുവെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അയാൾ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അയാൾ പറഞ്ഞു, നമുക്ക് ജീവൻ നശിപ്പിക്കേണ്ട. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ്റെ പിതാവിനെ തിരിച്ചേൽപ്പിക്കേണ്ടതിന് റൂബൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. എന്നാൽ അവൻ്റെ മേൽ നിങ്ങൾ കൈവയ്ക്കരുത്. അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ജോസഫിൽ നിന്ന് അവൻ്റെ അങ്കി, അവൻ്റെ മേലുണ്ടായിരുന്ന കൈനീളൻ അങ്കി തന്നെ, ഊരിയെടുത്തു. എന്നിട്ട് അവർ അവനെ എടുത്ത് ഒരു കുഴിയിലേക്ക് എറിഞ്ഞു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ അതാ, ഗിലിയാദിൽ നിന്ന് ഇസ്മായിലിയരുടെ ഒരു കച്ചവട സംഘം വരുന്നു. തങ്ങളുടെ ഒട്ടകങ്ങൾ സംവഹിച്ചിരുന്ന സുഗന്ധപശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനായി അവർ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം നാം മറച്ചു വെച്ചതുകൊണ്ട് എന്ത് ലാഭം? വരുവിൻ, നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം.
നമ്മുടെ കൈ അവനെതിരെ വേണ്ട, കാരണം അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അത് അനുസരിച്ചു. അവർ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോഴേക്കും മിദ്യാൻകാരായ കച്ചവടക്കാർ കടന്നു വന്നു. ആ ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കുഴിയുടെ അടുത്തേക്ക് റൂബൻ തിരികെ ചെന്നപ്പോൾ അതാ ജോസഫ് കുഴിയിലുണ്ടായിരുന്നില്ല. അയാൾ തന്റെ വസ്ത്രം വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് മടങ്ങിയെത്തി. അയാൾ പറഞ്ഞു, കുട്ടി അവിടെ ഇല്ലല്ലോ, ഞാനിനി എങ്ങോട്ട് പോകും? അവർ ജോസഫിന്റെ അങ്കി എടുത്തു, ഒരു മുട്ടാടിനെ അറുത്ത് അങ്കി രക്തത്തിൽ മുക്കി. അവർ കൈനീളൻ അങ്കി കൊടുത്തയച്ചു. അത് അവരുടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ കണ്ടെത്തി, ഈ കുപ്പായം അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചാലും. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന്റെ കുപ്പായം. ഏതോ ദുഷ്ടമൃഗം ജോസഫിനെ തീർച്ചയായും കടിച്ചു കീറി തിന്നത് തന്നെ. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി അരയിൽ ചാക്കൊടുത്തു. വളരെ നാൾ തന്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അദ്ദേഹത്തിന്റെ പുത്രന്മാരെല്ലാം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കപ്പെടാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിലപിച്ചുകൊണ്ട് തന്നെ എൻ്റെ മകന്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങും. അദ്ദേഹം തന്റെ മകനെ ഓർത്ത് കരഞ്ഞു. മിദ്യാൻകാരാകട്ടെ അവനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. ഉൽപ്പത്തി അധ്യായം 38. യൂദായും താമാറും. അക്കാലത്ത് യൂദ തന്റെ സഹോദരന്മാരിൽ നിന്നകന്ന് ഹീറ എന്നു പേരുള്ള ഒരു അദുല്ലാംകാരന്റെ അടുത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. യൂദ അവിടെ ഒരു കാനാൻകാരന്റെ മകളെ കണ്ടു. അവന്റെ പേര് ഷൂവ എന്നായിരുന്നു. അവളെ അവൻ സ്വന്തമാക്കി അവളെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അയാൾ അവന് എന്നു പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് ഓനാൻ എന്ന് പേരിട്ടു. അതേ തുടർന്ന് അവൾ വീണ്ടും ഒരു മകനെ പ്രസവിച്ചു. അവൾ അവന് ഷേല എന്ന് പേരിട്ടു. അവൾ അവനെ പ്രസവിക്കുമ്പോൾ അയാൾ കെസീബിലായിരുന്നു. യൂദ തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിനു വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിന് ഇരയാക്കി. അപ്പോൾ യൂദ ഓനാനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ പ്രാപിച്ച് അവൾക്ക് പ്രതിഭർത്താവായി നിന്റെ സഹോദരനു വേണ്ടി സന്താനത്തെ വളർത്തുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് സന്താനത്തെ നൽകാതിരിക്കാൻ തന്റെ സഹോദര ഭാര്യയെ പ്രാപിച്ചപ്പോൾ നിലത്തേക്ക് ബീജം സ്രവിപ്പിച്ചു. അവൻ ചെയ്തത് കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായിരുന്നു. അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. എന്തെന്നാൽ അവൻ ആത്മഗതം ചെയ്തു. സഹോദരന്മാരെ പോലെ ഇവനും മരിക്കരുതല്ലോ. താമാർ പോയി തന്റെ പിതാവിന്റെ വീട്ടിൽ താമസിച്ചു. നാളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ യൂദായുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു. ദുഃഖാചരണകാലം കഴിഞ്ഞ് യൂദ തന്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറായുടെ കൂടെ തിമ്നായിലേക്ക് തന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. ആരോ താമാറിനെ ഇപ്രകാരം അറിയിച്ചു, അതാ നിന്റെ അമ്മായിപ്പൻ തന്റെ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട്. ഷേല വളർന്നിട്ടും അവന് അവൾ ഭാര്യയായി നൽകപ്പെട്ടില്ല എന്ന് കണ്ട് അവൾ തന്റെ മേലുണ്ടായിരുന്ന വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് മൂടി. സ്വയം മറച്ച് അവൾ തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും കവാടത്തിങ്കലിരുന്നു. യൂദ അവളെ കണ്ടു. അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് അവളെ ഒരു വേശ്യയായി അവൻ കരുതി. വഴിയിലേക്ക് അവളുടെ നേർക്ക് കുനിഞ്ഞ് അവൻ പറഞ്ഞു, വന്നാലും ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, താങ്കൾ എന്നെ പ്രാപിക്കുന്നതിന് എനിക്കെന്ത് തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, താങ്കൾ കൊടുത്തയക്കുന്നതുവരെ ഒരു ഈട് തരുമോ? അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് തരേണ്ട ഈട് എന്താണ്? അവൾ പറഞ്ഞു, തങ്ങളുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൾക്ക് അവൻ അവ കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ എഴുന്നേറ്റുപോയി തന്റെ മേലുണ്ടായിരുന്ന മൂടുപടം മാറ്റി വിധവാ വസ്ത്രങ്ങൾ ധരിച്ചു. താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അദുല്ലാംകാരനായ തന്റെ സ്നേഹിതന്റെ കയ്യിൽ യൂദ ഒരാട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവളെ അവൻ കണ്ടെത്തിയില്ല.
അവൻ അവളുടെ സ്ഥലത്തെ ആളുകളോട് ഇപ്രകാരം അന്വേഷിച്ചു, എനയീമിലെ വഴിവക്കിലുണ്ടായിരുന്ന വേശ്യ? അവർ പറഞ്ഞു, ഇവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല. അവൻ യൂദായുടെ പക്കൽ തിരിച്ചു എന്ന് പറഞ്ഞു, ഞാൻ അവളെ കണ്ടെത്തിയില്ല, അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. യൂദാ പറഞ്ഞു, അവൾ അവ സ്വന്തമായി എടുത്തുകൊള്ളട്ടെ, നമ്മൾ പരിഹാസ്യരാകരുതല്ലോ. ഇതാ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, നീ ആകട്ടെ അവളെ കണ്ടെത്തിയുമില്ല. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ യൂദായ്ക്ക് ഇപ്രകാരം അറിയിപ്പ് കിട്ടി, നിന്റെ മരുമകൾ താമാർ വേശ്യാവൃത്തി നടത്തി, മാത്രമല്ല അവളിപ്പോൾ വേശ്യാവൃത്തിയിലൂടെ ഗർഭിണിയുമാണ്. അപ്പോൾ യൂദാ പറഞ്ഞു, അവളെ പുറത്തിറക്കുക, അവൾ ദഹിപ്പിക്കപ്പെടട്ടെ. പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ, ഇവ ആരുടേതാണോ അയാളിലൂടെയാണ് ഞാൻ ഗർഭിണിയായത് എന്ന് തൻ്റെ അമ്മായിപ്പനോട് പറയാനായി ആളയച്ചു. അവൾ പറഞ്ഞു, ദയവ് ചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് തിരിച്ചറിഞ്ഞാലും. അവ തിരിച്ചറിഞ്ഞിട്ട് യൂദാ പറഞ്ഞു, അവൾ എന്നേക്കാൾ നീതിമതിയാണ്, ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായ്ക്ക് കൊടുത്തില്ലെന്നത് തന്നെ കാരണം. അവൻ അവളെ പിന്നീട് ഒരിക്കലും അറിഞ്ഞില്ല. അവളുടെ പ്രസവത്തിന്റെ സമയത്ത് അവളുടെ ഉദരത്തിൽ ഇതാ ഇരട്ടകൾ. അവൾ പ്രസവിക്കവേ ഒരുത്തൻ ഒരു കൈ നീട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂതികർമ്മിണി വെടിച്ച് അവൻ്റെ കയ്യിൽ ചെമന്ന ഒരു ചരട് കെട്ടി. അവൻ തൻ്റെ കൈ പിൻവലിച്ചപ്പോൾ അതാ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ എങ്ങനെ നിനക്കൊരു വഴി ഭേദിച്ചുണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന് പേരസ് എന്ന് പേരിട്ടു. പിന്നീട് കയ്യിൽ ചെമന്ന ചരടുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. ഉൽപ്പത്തി അധ്യായം 39. ജോസഫും പൊത്തിഫറും. ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായിലിയരുടെ കയ്യിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെയുണ്ടായിരുന്നു. അവൻ ഐശ്വര്യവാനായിരുന്നു. ഈജിപ്തുകാരനായ തൻ്റെ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. അവൻ അയാളെ ശുശ്രൂഷിച്ചു. അയാൾ അവനെ തൻ്റെ ഭവനത്തിൻ്റെ മേൽ നിയോഗിക്കുകയും തനിക്കുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ജോസഫിനെ ആ ഈജിപ്തുകാരൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള എല്ലാറ്റിലും ചുമതല ഏർപ്പെടുത്തിയപ്പോൾ മുതൽ അവനെ പ്രതി കർത്താവ് അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു. അയാളുടെ വീട്ടിലും വയലിലുമായി അയാൾക്കുണ്ടായിരുന്ന എല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം ജോസഫിൻ്റെ കയ്യിലാണ് വിട്ടുകൊടുത്തിരുന്നത്. താൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊന്നിനെക്കുറിച്ചും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ജോസഫ് രൂപഭംഗിയുള്ളവനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യ ജോസഫിലേക്ക് തൻ്റെ ദൃഷ്ടികൾ ഉയർത്തി. അവൾ പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ തൻ്റെ യജമാനന്റെ ഭാര്യയോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഉള്ളതുകൊണ്ട് എൻ്റെ യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അദ്ദേഹം എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഈ വലിയ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? അനുദിനം അവൾ ജോസഫിനോട് ഇவ்விധം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവൾക്കരികിൽ ശയിക്കുന്നതിലോ അവളോടുകൂടെ ആയിരിക്കുന്നതിലോ അവൻ അവളെ അനുസരിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ തൻ്റെ ജോലി ചെയ്യാനായി വീട്ടിലേക്ക് വന്നു. വീട്ടുകാരും അവിടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു. എന്നാൽ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയി. അവൻ്റെ കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അവൾ തൻ്റെ ഭവനാംഗങ്ങളെ വിളിച്ച് അവരോട് പറഞ്ഞു, നോക്കൂ, നമ്മെ അപമാനിക്കാൻ ഒരു ഹെബ്രായനെ അദ്ദേഹം നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ വലിയ സ്വരത്തിൽ അലറി. ഞാൻ സ്വരമുയർത്തുന്നതും അലറി വിളിക്കുന്നതും കേട്ടപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് കടന്നു രക്ഷപ്പെട്ടു. അവൻ്റെ യജമാനൻ വീട്ടിലേക്ക് വരുവോളം അവൾ ആ കുപ്പായം തൻ്റെ പക്കൽ സൂക്ഷിച്ചു. അവൾ അവനോട് അതേ കാര്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് നമുക്കായി കൊണ്ടുവന്ന ആ ഹെബ്രായ ദാസൻ എന്നോട് ശൃംഗരിക്കാൻ വന്നു. എന്നാൽ ഞാൻ സ്വരമുയർത്തുകയും അലറി വിളിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് അങ്ങയുടെ ദാസൻ എന്നോട് ചെയ്തത് എന്ന്
ഭാര്യ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ യജമാനൻ കേട്ടപ്പോൾ അയാളുടെ കോപം ജ്വലിച്ചു. ജോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ തടവുകാരെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ അവിടെ കാരാഗൃഹത്തിലായി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗൃഹാധിപന്റെ ദൃഷ്ടികളിൽ അവിടുന്ന് പ്രീതി നൽകുകയും ചെയ്തു. കാരാഗൃഹത്തിലുണ്ടായിരുന്ന തടവുകാരെയെല്ലാം കാരാഗൃഹാധിപൻ ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെയുള്ള എല്ലാ തൊഴിലിടപാടുകളും അവനാണ് ചെയ്തിരുന്നത്. അവൻ കൈകാര്യം ചെയ്ത ഒന്നിനും കാരാഗൃഹാധിപന്റെ മേൽനോട്ടം വേണ്ടി വന്നില്ല. കാരണം അവന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നത് കർത്താവ് ശുഭമാക്കിയിരുന്നു. ഉൽപ്പത്തി അധ്യായം 40. തടവുകാരുടെ സ്വപ്നങ്ങൾ. കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്റ്റ് രാജാവിന്റെ പാനപാത്രവാഹകനും പാചകക്കാരനും തങ്ങളുടെ യജമാനനായ ഈജിപ്റ്റ് രാജാവിനെതിരെ തെറ്റ് ചെയ്തു. ഫറവോ തന്റെ 2 ഉദ്യോഗസ്ഥരോട് പാനപാത്രവാഹക പ്രമാണിയോടും പാചക പ്രമാണിയോടും കുപിതനായി. അദ്ദേഹം അവരെ കാവൽപ്പട നായകന്റെ വീട്ടിലെ തടങ്കലിൽ ജോസഫ് തടവിലാക്കപ്പെട്ടിരുന്നിടമായ കാരാഗൃഹത്തിൽ അടച്ചു. കാവൽപ്പട നായകൻ ജോസഫിനെ അവരോടുകൂടിയാക്കി. അവൻ അവരെ പരിചരിച്ചു. ദിവസങ്ങളോളം അവർ തടങ്കലിലായിരുന്നു. കാരാഗൃഹത്തിൽ തടവുകാരായിരുന്ന അവരിരുവരും ഈജിപ്റ്റ് രാജാവിന്റെ പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു രാത്രിയിൽ അതതിന്റെ വ്യാഖ്യാനമുള്ള ഓരോ സ്വപ്നം കണ്ടു. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കണ്ടു. ഇതാ, അവർ വിഷാദമൂകരായിരുന്നു. തന്നോടൊപ്പം തന്റെ യജമാനന്റെ വീട്ടിലെ തടങ്കലിൽ കഴിയുന്നവരും ഫറവോയുടെ ഉദ്യോഗസ്ഥരുമായ അവരോട് അവൻ ഇപ്രകാരം ആരാഞ്ഞു: ഇന്നെന്താ നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത്? അവർ അവനോട് പറഞ്ഞു: ഞങ്ങൾ സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് അവരോട് പറഞ്ഞു: വ്യാഖ്യാനങ്ങൾ ദൈവത്തിൻ്റെതല്ലേ, എന്നോട് വിവരിച്ചാലും. പാനപാത്രവാഹക പ്രമാണി തന്റെ സ്വപ്നം ജോസഫിനോട് വിവരിച്ചു. അയാൾ അവനോട് പറഞ്ഞു: എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിച്ചെടി. മുന്തിരിച്ചെടിയിൽ 3 ശാഖകൾ. അത് മൊട്ടിട്ട ഉടനെ പുഷ്പിച്ച് അതിന്റെ കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് അവ ഫറവോയുടെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞു. എന്നിട്ട് പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. ജോസഫ് അയാളോട് പറഞ്ഞു: അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ താങ്കളുടെ ശിരസ് ഉയർത്തും, താങ്കളെ ഉദ്യോഗസ്ഥൽ പുനഃസ്ഥാപിക്കും. അദ്ദേഹത്തിന്റെ പാനപാത്രവാഹകനായിരുന്ന മുമ്പത്തെ രീതി അനുസരിച്ച് തന്നെ. ഫറവോയുടെ പാനപാത്രം താങ്കൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. താങ്കൾക്ക് ശ്രേയസ് ഉണ്ടാകുമ്പോൾ താങ്കളോടൊപ്പം എന്നെയും ഓർത്ത് എന്നോടും കാരുണ്യം കാണിച്ചാലും എന്നെപ്പറ്റി ഫറവോയെ ഓർമ്മിപ്പിക്കുകയും ഈ ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. എന്തെന്നാൽ സത്യത്തിൽ ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ഈ കുഴിയിൽ ഇട്ടിരിക്കുന്നത്. വ്യാഖ്യാനം നന്നായിരിക്കുന്നെന്ന് പാചക പ്രമാണി കണ്ടു. അയാൾ ജോസഫിനോട് പറഞ്ഞു: ഞാനും എൻ്റെ സ്വപ്നത്തിലായിരുന്നപ്പോൾ ഇതാ എൻ്റെ തലയിൽ 3 കുട്ട നിറയെ അപ്പം. ഏറ്റവും മുകളിലെ കുട്ടയിൽ പാചകക്കാരൻ ഫറവോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ എല്ലാത്തരം ഭക്ഷണവും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് പക്ഷിക്കൂട്ടം അവ കുത്തി തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജോസഫ് മറുപടിയായി പറഞ്ഞു: അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 കുട്ടകൾ 3 ദിവസങ്ങൾ തന്നെ. 3 ദിവസത്തിനകം ഫറവോ നിന്റെ ശിരസ് നിന്റെ മേൽ നിന്ന് ഉയർത്തും, നിന്നെ മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷിക്കൂട്ടം നിന്റെ മേൽ നിന്ന് നിന്റെ മാംസം തിന്നുകയും ചെയ്യും. 3-ാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു. തന്റെ എല്ലാ ദാസർക്കുമായി അദ്ദേഹം ഒരു വിരുന്നൊരുക്കി. പാനപാത്രവാഹക പ്രമാണിയുടെ ശിരസും പാചക പ്രമാണിയുടെ ശിരസും തന്റെ ദാസർക്കിടയിൽ അദ്ദേഹം ഉയർത്തി. പാനപാത്രവാഹക പ്രമാണിയെ തന്റെ പാനപാത്രവാഹക സ്ഥാനത്ത് അദ്ദേഹം തിരികെ നിയമിച്ചു. അയാൾ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചക പ്രമാണിയെ അദ്ദേഹം തൂക്കിക്കൊന്നു. അത് ജോസഫ് അവരോട് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയായിരുന്നു. എന്നാൽ പാനപാത്രവാഹക പ്രമാണി ജോസഫിനെ ഓർമ്മിച്ചില്ല. അയാൾ അവനെ മറന്നുകളഞ്ഞു. സങ്കീർത്തനങ്ങൾ 36 മുതൽ 39 വരെ. സങ്കീർത്തനം 36. ജീവന്റെ ഉറവ. ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്ത് അതിക്രമം മന്ത്രിക്കുന്നു. അവന്റെ കൺമുൻപിൽ ദൈവഭീതിയില്ല. എന്തെന്നാൽ സ്വന്തം കുറ്റം കണ്ടുപിടിച്ച് വെറുക്കുന്ന കാര്യത്തിൽ സ്വന്തം ദൃഷ്ടിയിൽ തൻ്റെ നേർക്ക് അവൻ ലാഘവം പുലർത്തുന്നു. അവന്റെ അധരമൊഴികൾ കുഴപ്പവും ചതിയുമാണ്. വിവേകമതിയായി നന്മ ചെയ്യുന്നത് അവൻ നിർത്തിയിരിക്കുന്നു. തന്റെ കിടക്കയിൽ അവൻ കുഴപ്പം ആസൂത്രണം ചെയ്യുന്നു. അവൻ നന്മയല്ലാത്ത വഴിയിൽ നിലയുറപ്പിക്കുന്നു.
അവൻ തിന്മ നിരാകരിക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ആകാശങ്ങളിലാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും, അങ്ങയുടെ നീതി ദിവ്യഗിരികൾ പോലെയും, അങ്ങയുടെ ന്യായവിധി അത്യഗാധവുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അങ്ങ് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവന സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ണുന്നു. അവിടുത്തെ അഭീഷ്ടങ്ങളുടെ അരുവിയിൽ നിന്ന് അങ്ങ് അവരെ കുടിപ്പിക്കുന്നു. എന്തെന്നാൽ അങ്ങയോടൊത്താണ് ജീവന്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. പരമാർത്ഥ ഹൃദയർക്ക് അങ്ങയുടെ നീതിയും. ഗർവന്റെ പാദം എൻ്റെ മേൽ വരാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈ എന്നെ ആട്ടി അകറ്റാതിരിക്കട്ടെ. ദുഷ്കർമ്മികൾ അവിടെയാണ് വീണത്. അവർ തള്ളി വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. സങ്കീർത്തനം 37. നീതിമാനും ദുഷ്ടനും. ദുർവൃത്തം മൂലം നീ കോപാകുലനാകേണ്ട. തിന്മ ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, ഹരിതസസ്യം പോലെ വാടുകയും ചെയ്യും. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ഭൂമിയിൽ അധിവസിച്ച് വിശ്വസ്തയോട് കൂട്ടുചേരുക. കർത്താവിൽ ആമോദിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഇംഗിതങ്ങൾ അവിടുന്ന് നിനക്ക് നിറവേറ്റിത്തരും. നിന്റെ വഴി കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടുന്ന് ആശ്രയിക്കുക. അവിടുന്ന് പ്രവർത്തിച്ചുകൊള്ളും. പ്രകാശം പോലെ അവിടുന്ന് നിന്റെ നീതി പുറത്തു കൊണ്ടുവരും. നിന്റെ ന്യായം മധ്യാഹ്നം പോലെയും. കർത്താവിനോട് ശാന്തത പാലിക്കുക. ക്ഷമാപൂർവം അവിടുത്തേക്കായി കാത്തിരിക്കുക. സ്വന്തം വഴി അഭിവൃദ്ധിപ്പെടുത്തുന്നവനെ കുറിച്ച്, ക്ഷുദ്ര പദ്ധതികൾ നടപ്പാക്കുന്ന വ്യക്തിയെക്കുറിച്ച് നീ കോപാകുലനാകരുത്. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. ക്രോധം വെടിയുക. ശോഭിക്കാതിരിക്കുക. അത് തിന്മ ചെയ്യുന്നതിനെ ഉതകുകയുള്ളൂ. എന്തെന്നാൽ ദുർവൃത്തർ തീർച്ചയായും വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരിക്കുന്നവരാണ് ഭൂമി അവകാശമാക്കുന്നത്. അല്പം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അവന്റെ സ്ഥലത്ത് നീ സൂക്ഷ്മമായി നിരീക്ഷിക്കും, എന്നാൽ അവൻ ഇല്ലാതായിരിക്കും. പീഡിതരോ ഭൂമി കൈവശമാക്കും. ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. നാഥൻ അവനെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവന്റെ ദിവസം വരുന്നുവെന്ന് അവിടുത്തേക്കറിയാം. എളിയവനെയും ദരിദ്രനെയും വീഴ്ത്താനും ഋജുമാർഗികളെ വധിക്കാനും ദുഷ്ടർ വാളൂരുകയും വില്ലു കുലയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയത്തിൽ കടക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. ദുഷ്ടരുടെ ഭുജങ്ങൾ തീർച്ചയായും തകർക്കപ്പെടും. എന്നാൽ നീതിമാന്മാരെ താങ്ങുന്നവൻ കർത്താവാണ്. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല. ക്ഷാമകാലത്ത് അവർ സംതൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടനാശമടയും. കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളിലെ തഴപ്പു പോലെ ഇല്ലാതാകും. അവർ പുകപടലത്തിൽ മാഞ്ഞുപോകും. ദുഷ്ടർ വായ്പ വാങ്ങിക്കും, എന്നാൽ തിരിച്ചു കൊടുക്കുകയില്ല. എന്നാൽ നീതിമാൻ ഉദാരനാണ്, അവൻ ദാനം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹമുള്ളവർ ഭൂമി കൈവശമാക്കുക തന്നെ ചെയ്യും. അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും. യോദ്ധാവിന്റെ കാലടികൾ കർത്താവിൽ നിന്നാണ്. അവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവന്റെ വഴി അവിടുന്ന് ഇഷ്ടപ്പെടുന്നു. അവൻ വീണാലും നിലം പരിചാവുകയില്ല. എന്തെന്നാൽ കർത്താവ് അവന്റെ കൈ താങ്ങുന്നു. ഞാൻ യുവാവായിരുന്നു, ഇപ്പോൾ വൃദ്ധനുമായി. നീതിമാൻ പരിത്യക്തനാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവന്റെ സന്തതി അപ്പം തേടുന്നതും. അവൻ എന്നും ഉദാരനും വായ്പ കൊടുക്കുന്നതിനുമാണ്. അവന്റെ സന്തതി ഒരനുഗ്രഹമായിരിക്കും. തിന്മയിൽ നിന്ന് അകലുക, നന്മ ചെയ്യുക, അങ്ങനെ എന്നേക്കും വസിക്കുക. എന്തെന്നാൽ കർത്താവ് ന്യായത്തെ സ്നേഹിക്കുന്നു. അവിടുന്ന് തന്റെ ഭക്തരെ പരിത്യജിക്കുകയില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാന്റെ അധരം ജ്ഞാനം ഉരുവിടുന്നു. അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിലുണ്ട്. അവന്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ വധിക്കാൻ തക്കം പാർക്കുന്നു. കർത്താവ് അവനെ അയാളുടെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. അവനെ ന്യായവിചാരണ ചെയ്യുമ്പോൾ കുറ്റക്കാരനാക്കുകയുമില്ല. കർത്താവിലേക്ക് പ്രത്യാശ വയ്ക്കുക. അവിടുത്തെ വഴി പാലിക്കുക. ഭൂമി അവകാശമായി തന്ന അവിടുന്ന് നിന്നെ ഉയർത്തും. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടൻ പ്രബലനാകുന്നത് ഞാൻ കണ്ടു. തഴച്ചു വളർന്ന നാട്ടുവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുന്നതും.
അവൻ കടന്നുപോയപ്പോൾ ഇതാ ഒന്നുമല്ലാതായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. നിഷ്കളങ്കനെ കാക്കുക, സത്യസന്ധനെ നോക്കിക്കാണുക. സമാധാനകാംക്ഷിക്ക് നിശ്ചയമായും സന്തതി പരമ്പരയുണ്ടാകും. അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും. ദുഷ്ടരുടെ സന്തതി പരമ്പര വിച്ഛേദിക്കപ്പെടും. കർത്താവിൽ നിന്നാണ് നീതിമാന്മാരുടെ രക്ഷ, കഷ്ടകാലത്ത് അവരുടെ അഭയവും. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്തു. അവർ അവിടുന്ന് ആശ്രയിച്ചതുകൊണ്ട് അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് വിമോചിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. സങ്കീർത്തനം 38. രോഗിയുടെ രോദനം. കർത്താവേ, അങ്ങയുടെ രോഷത്തിൽ എന്നെ ശകാരിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുതേ. എന്തെന്നാൽ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞിറങ്ങിയിരിക്കുന്നു, അങ്ങയുടെ കൈ എൻ്റെ മേൽ ആഞ്ഞു പതിച്ചിരിക്കുന്നു. അങ്ങയുടെ അമർഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വൈര്യമില്ല, എൻ്റെ പാപം മൂലം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്തെന്നാൽ എൻ്റെ അപരാധങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ എത്തിയിരിക്കുന്നു, ഭാരമേറിയ ചുമടുപോലെ അവ എനിക്ക് ദുർവഹമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ മുറിവുകൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞ് തീരെ നിലം പറ്റി. ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിഞ്ഞുകൂടുന്നു. എന്തെന്നാൽ എൻ്റെ അരക്കെട്ട് ജ്വരപൂരിതമായിരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ സ്വൈര്യമില്ല. ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ അലമുറയിടുന്നു. നാഥ, എൻ്റെ അഭിലാഷം മുഴുവൻ അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. എൻ്റെ തേങ്ങൽ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി എന്നെ വിട്ടുപോകുന്നു. എൻ്റെ കണ്ണുകളുടെ പ്രകാശം അതുപോലും എന്നോടൊപ്പമില്ല. എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും എൻ്റെ വ്യാധിക്ക് മുന്നിൽ അകന്നു നിൽക്കുന്നു. എൻ്റെ ഉറ്റവർ ദൂരെ മാറി നിൽക്കുന്നു. എൻ്റെ ജീവൻ വേട്ടയാടുന്നവർ കെണിയൊരുക്കുന്നു. എൻ്റെ തിന്മ കാംക്ഷിക്കുന്നവർ വിനാശകാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നിനയ്ക്കുന്നു. എന്നാൽ ഞാൻ കേൾക്കാത്ത ബദിരനെ പോലെയാകും, വായ് തുറക്കാത്ത മൂകനെ പോലെയുമാണ്. കേൾക്കാത്തവനും അധരത്തിൽ വാദങ്ങളില്ലാത്തവനുമായ ഒരുവനെ പോലെയാണ് ഞാൻ. കർത്താവേ, തീർച്ചയായും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ നാഥ, അങ്ങാണ് ഉത്തരമരുളുന്നത്. അവർ എന്നെ പ്രതി സന്തോഷിക്കാതിരിക്കാനാണല്ലോ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ കാൽ വഴുതുമ്പോഴാണ് അവർ എൻ്റെ മേൽ ശക്തരാകുന്നത്. എന്തെന്നാൽ ഞാൻ വീഴാറായിരിക്കുന്നു. എൻ്റെ മുറിവ് സദാ എൻ്റെ മുൻപിലുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ അപരാധം പ്രഖ്യാപിക്കുന്നു. എൻ്റെ പാപം മൂലം ഞാൻ കലുഷിതനാണ്. എൻ്റെ ശത്രുക്കൾ ജീവസുറ്റവരാണ്, ശക്തരാണ്. കാപട്യക്കാരായ എൻ്റെ വിദ്വേഷകർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിൻചൊല്ലുന്നതിന് പകരമായി നന്മയ്ക്ക് പകരം തിന്മ സമ്മാനിക്കുന്നവർ എന്നോട് എതിരിടുന്നു. കർത്താവെ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ നാഥ, എൻ്റെ സഹായത്തിന് തിടുക്കം കൂട്ടണമേ. സങ്കീർത്തനം 39. മനുഷ്യൻ നിഴൽ മാത്രം. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതെ ഞാൻ എൻ്റെ വഴികൾ കാത്തു സൂക്ഷിക്കും. എൻ്റെ മുമ്പിൽ ഇനിയും ദുഷ്ടനുള്ളതുകൊണ്ട് എൻ്റെ വായ് ഞാൻ പൂട്ടുള്ളതായി സൂക്ഷിക്കും. ഞാൻ മൂകനായി നിശബ്ദത പൂണ്ടു, നന്മ കൂടാതെ നിഷ്ക്രിയനായി. എൻ്റെ വേദന മൂർച്ഛിച്ചു, എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിക്കും തോറും അത് ആളിക്കത്തി. എൻ്റെ നാവുകൊണ്ട് ഞാൻ സംസാരിച്ചു. കർത്താവേ, എൻ്റെ അന്ത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എത്ര ക്ഷണികനാണെന്നും ഞാൻ അറിയട്ടെ. ഇതാ, അങ്ങ് എൻ്റെ ദിനങ്ങൾ ഏതാനും അങ്കുലമായി നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ മുൻപിൽ ഇല്ലായ്മ പോലെയാണ്. ഉറച്ചു നിൽക്കുന്നെങ്കിലും ഏത് മനുഷ്യനും വെറും മിഥ്യ മാത്രം. മനുഷ്യൻ നിഴലിൽ വെറുതെ ഉഴലുന്നു. അവൻ ബഹളം കൂട്ടുന്നതും മിഥ്യ മാത്രം. ആര് സ്വന്തമാക്കുമെന്നറിയാതെ അവൻ കുന്നുകൂട്ടുന്നു. നാഥ, ഇപ്പോൾ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? അങ്ങേക്കായി തന്നെയാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഭോഷന്റെ നിന്ദനത്തിന് എന്നെ പാത്രമാക്കരുതേ. ഞാൻ മൂകനാണ്, ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല. അങ്ങാണല്ലോ പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ പ്രഹരം എന്നിൽ നിന്ന് പിൻവലിക്കണമേ. അങ്ങയുടെ കരത്തിൻ്റെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. അപരാധിയായ ഒരുവനെ തിരുത്തലുകളാൽ അങ്ങ് പരിശീലിപ്പിക്കുമ്പോൾ അവന് പ്രിയങ്കരമായത് കീടത്തെ പോലെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നു. ഏതു മനുഷ്യനും മിഥ്യ മാത്രം. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീരിൻ്റെ നേർക്ക് അങ്ങ് മൗനം അവലംബിക്കരുതേ. ഞാൻ അങ്ങേ പക്കൽ ഒരു അതിഥിയാണല്ലോ. എൻ്റെ എല്ലാ പിതാക്കന്മാരെയും പോലെ ഒരു കുടികിടപ്പുകാരൻ മാത്രം. ഞാൻ ഇല്ലാതായി തീരും മുമ്പ് പ്രസരിപ്പുള്ളവനാകേണ്ടതിന് എന്നിൽ നിന്ന് അങ്ങയുടെ ദൃഷ്ടി പിൻവലിക്കണമേ.